ശ്രീ IC ബാലകൃഷ്ണൻ 10 മിനിറ്റ്. സർ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഈ സഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനോടനുബന്ധിച്ച് നടക്കുന്ന ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സർ. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് സർ ഈ ബഡ്ജറ്റ് ഈ സഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചത്. സർ, ഈ ബഡ്ജറ്റിലെ ഉള്ളടക്കങ്ങൾ പരിശോധിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. സാർ, ഞാൻ അപ്പുറത്തിരുന്ന് 10 വർഷം സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കുന്നതിന് വേണ്ടി, അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യാചിച്ചു സാർ. 2 മന്ത്രിമാർ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തു നിന്നും വ്യക്തമായൊരു മറുപടി പോലും തരാൻ അവർ കഴിഞ്ഞില്ല. ഈ ബഡ്ജറ്റിൽ, ആദ്യ ബഡ്ജറ്റിൽ തന്നെ 10 കോടി രൂപയാണ് സാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വയനാട്ടിൽ ആരംഭിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. സാർ, മാത്രമല്ല കേരളത്തിലെ പട്ടികവർഗ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സാർ, ഞാൻ മനസ്സിലാക്കുന്നത് AKS എന്ന് പറയുന്ന ആദിവാസി ക്ഷേമ സമിതിയുടെ ജാഥയ്ക്ക് നീളം കൂട്ടുന്നതിന് വേണ്ടി കേരളത്തിലെ പട്ടികവർഗ സമൂഹത്തെ CPM പാർട്ടി ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം അവർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വനാവകാശ നിയമം കൃത്യമായി അതിൻ്റെ നോംസ് അനുസരിച്ച് നടപ്പാക്കാൻ കഴിയാതെ പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് 10 വർഷം ഈ കേരളത്തിൽ ഭരണം നടത്തിയത്. സർ, എവിടെയെങ്കിലും വനാവകാശം അനുസരിച്ച് ഭൂമി പതിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാലില്ല. സാർ, മാത്രമല്ല ഇന്ന് പറയുന്നു ഉന്നതി. എന്താ സാർ ഉന്നതി? ബഹുമാനപ്പെട്ട പട്ടികവർഗ വകുപ്പ് മന്ത്രി അത് പരിശോധിക്കണം. എങ്ങനെയാണ് ഈ ഉന്നതി എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെട്ട സെറ്റിൽമെൻറ്റ്, ആദിവാസി സെറ്റിൽമെൻറ്റ്, അംബേദ്കർ സെറ്റിൽമെൻറ്റ്, ആദിവാസി കോളനി എന്ന് നമ്മൾ പറയാറുണ്ട്. ഏതടിസ്ഥാനത്തിലാണ് സാർ ഈ ഉന്നതി എന്ന പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ പട്ടികവർഗ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചത്? അത് വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട്. സാർ, ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വികാസ് ഭവനിൽ അവിടെ ഒരു PM യൂണിറ്റ് ഉണ്ട്. സാർ, ആ PM യൂണിറ്റ് എന്താണ്? ഈ വനാവകാശ നിയമം വളരെ കൃത്യമായി കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കേണ്ട ഒരു യൂണിറ്റാണ്. സാർ, ആ യൂണിറ്റിൽ നിന്ന് ആരെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം നിയമിച്ചിട്ടുള്ളതെന്ന് പ്രിയപ്പെട്ട പട്ടികവർഗ വകുപ്പ് മന്ത്രി പരിശോധിക്കപ്പെടണം. അവിടെ ഒരു കുട്ടിക്കളിയാണ് സാർ. കുറച്ച് വിദ്യാർത്ഥികളെ പിടിച്ച് അതിൻ്റെ ആളാക്കിയിരിക്കുകയാണ് അവിടെ. പിന്നെ എങ്ങനെയാണ് സാർ ഈ വനാവകാശ നിയമം കൃത്യമായി നടപ്പാക്കാൻ കഴിയുക? പിന്നെ എങ്ങനെയാണ് സാർ പട്ടികവർഗക്കാർക്ക്, ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കാൻ കഴിയുക? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഡ്ജറ്റിൽ എന്താ പ്രഖ്യാപിച്ചത്? ആദിവാസി ഭവന നിർമ്മാണം. സാർ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. സാർ, കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്രാമസഭകളിൽ ആദിവാസികൾക്ക് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളത് കൊണ്ടാണ് സാർ അന്ന് ഒരു കൂട്ടം സംവിധാനങ്ങൾ കൊണ്ടുവന്നത്, പ്രത്യേക ഗ്രാമസഭകൾ കൊണ്ടുവന്നത്, സപ്ലാൻ പദ്ധതികൾക്ക് പ്രത്യേക വികസന സെമിനാറുകൾ കൊണ്ടുവന്നത്. അതൊക്കെ കഴിഞ്ഞ 10 വർഷം അട്ടിമറിക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ 10 വർഷം ഉണ്ടായിട്ടുള്ളത്. സാർ, അതുകൊണ്ട് തന്നെ പട്ടികവർഗക്കാർക്ക് നിഷേധിക്കപ്പെട്ട ആദിവാസി ഭവനം അത് കൃത്യമായി നടപ്പാക്കുന്നതിന് വേണ്ടി പുതിയ പദ്ധതിക്ക് രൂപം കൊടുക്കുക മാത്രമല്ല, കഴിഞ്ഞ ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിനേക്കാളും കൂടുതൽ തുക പ്രഖ്യാപിച്ചുകൊണ്ടാണ് പട്ടികവർഗ മേഖലയിൽ ഇന്ന് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. സാർ, ലീഡർ K. കരുണാകരനെ ഈ നിയമനിർമ്മാണ ശ്രീകോവിലിൽ നിന്നും ഓർക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, ഒരു പട്ടികവർഗ കുടുംബത്തിൽ അംഗമെന്ന നിലയ്ക്ക്. കാരണം പട്ടികവർഗ മേഖലയിൽ ആദ്യമായി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് കൊണ്ടുവന്നുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കിയത് ലീഡർ കരുണാകരനാണ്. ലീഡർ K. കരുണാകരനെ
ആ പദ്ധതി അന്നത്തെ മുഖ്യമന്ത്രി കൊണ്ടുവന്നില്ലെങ്കിൽ ഇന്ന് പട്ടികവർഗക്കാർക്ക് തൊഴിൽ ലഭിക്കില്ലായിരുന്നു സർ. സർ, ആ പദ്ധതി പോലും അട്ടിമറിച്ചു. അട്ടിമറിക്കുക മാത്രമല്ല, രാഷ്ട്രീയവൽക്കരണമാണ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നിയമിക്കപ്പെട്ടത് രാഷ്ട്രീയമായ അജണ്ടയുടെ ഗൂഢാലോചനയുടെ ഭാഗമായി യഥാർത്ഥ അർഹതപ്പെട്ട ആളുകൾക്ക് തൊഴിൽ കൊടുക്കാതെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കിയ ഒരു ഗവൺമെന്റാണ്. നിഷ്പക്ഷതയുണ്ടാകണം. ബഹുമാനപ്പെട്ട പട്ടികവർഗ മന്ത്രിയോട് പറയാനുള്ളത്, ഇന്ന് മെന്റർ ടീച്ചർമാർ എന്ന് പറയുന്നത് നമുക്കൊരു ആശയമുണ്ട്. ആ ആശയങ്ങൾക്ക് അപ്പുറത്ത് മറ്റൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് CPM ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മെന്റർ ടീച്ചർമാരുടെ ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള സംഗതികൾ നടത്തുന്നതിന് വേണ്ടി പ്രത്യേകം PSC നോംസ് അനുസരിച്ച് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പട്ടികവർഗ വികസന വകുപ്പ് മുന്നോട്ട് പോകുന്നത്. സാർ, നമുക്കൊരു ഒത്തിരി കാഴ്ചപ്പാടുകളുണ്ട് ഈ മേഖലയിൽ. ഇന്ന് പട്ടികവർഗ ഓരോ കുടുംബങ്ങളുടെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതം വളരെ ദുരിതത്തിലാണ്. സാർ, ഇന്ന് വയനാട് ജില്ലയിൽ പട്ടികവർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഉന്നത പഠനം നേടുന്നതിന് വേണ്ടി, ഉന്നത വിദ്യാഭ്യാസ സംവിധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി ട്രൈബൽ യൂണിവേഴ്സിറ്റി അടക്കം പ്രഖ്യാപിച്ചു. ആ ട്രൈബൽ യൂണിവേഴ്സിറ്റി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ മെച്ചം കിട്ടുന്നത് കേരളത്തിലെ സാധാരണക്കാരായ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക്. അവർ വളർത്തിക്കൊണ്ടുവരേണ്ട സാർ. BJP പറയുന്നു അവർ വനവാസികളെന്നാ BJP പറയുന്നത്. സാർ, വനവാസികളെന്ന വനത്തിൽ മാത്രം കഴിഞ്ഞാൽ മാത്രം അവർക്ക് സംവരണം ലഭിക്കുള്ളൂമെന്നാ BJP പറയുന്നത്. BJP ഗവൺമെന്റ്. സാർ, പാവപ്പെട്ട പട്ടികവർഗക്കാർക്ക് വനത്തിൽ മാത്രം താമസിക്കുന്നതിന് വേണ്ടിയുള്ള വിധിയെഴുതപ്പെട്ടവരാണോ അവർ പട്ടണങ്ങളിലേക്ക് വരണ്ടേ? ഗ്രാമങ്ങളിലേക്ക് വരണ്ടേ? അവർക്കുള്ള നിയമ സംവിധാനങ്ങൾ കൃത്യമായി നടപ്പാക്കണ്ടേ? അതൊന്നും നടപ്പാക്കാതെ രണ്ട് ഗവൺമെന്റ് BJPയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ഒരു നാണയത്തിന്റെ രണ്ട് വശമായി മാറിയിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് അടിസ്ഥാനപരമായ ഈ ബഡ്ജറ്റ് മുഖ്യമന്ത്രി വളരെ കൃത്യമായി പട്ടികവർഗ മേഖല ഊന്നൽ കൊടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതികളൊക്കെ പരിശോധിക്കപ്പെടണം. സർ, ഒന്നുകൂടി അടിവരയിട്ട് പറയാണ്, വികാസ് ഭവനിൽ പ്രവർത്തിക്കുന്ന വനാവകാശ നിയമമനുസരിച്ച് പ്രവർത്തിക്കേണ്ട PMU യൂണിറ്റ് പ്രിയപ്പെട്ട മന്ത്രി പരിശോധിക്കപ്പെടണം. സർ, മറ്റൊന്ന് ഉന്നതി എന്ന പേര് പരിശോധിക്കപ്പെടണം. അവഗണിക്കുകയാണ് സാർ. മറ്റൊന്ന് പറയും വനവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സാർ, ഒരുപാട് ആളുകളെ കടുവ കൊന്നു, ആന കൊന്നു. നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നു വനവും ജനവാസ കേന്ദ്രവും രണ്ടായി തരംതിരിക്കണം. സാർ, ഇന്ന് വയനാട്ടിൽ എൻ്റെ നിയോജക മണ്ഡലത്തിൽ സുൽത്താൻ ബത്തേരിയിൽ പിടിക്കപ്പെടുന്ന കടുവകളെ പരിചരിക്കുന്നതിന് വേണ്ടി ഒരു കേന്ദ്രമുണ്ട് സാർ. ഏതാണ്ട് 6 കടുവ ഇന്നവിടെയുണ്ട് സാർ. മാത്രമല്ല, ഇന്ന് കടുവ കൊല്ലുന്നു, ആന കൊല്ലുന്നു, അങ്ങനെ നിരവധി ആളുകൾ കൊല ചെയ്യപ്പെട്ട ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് അവർക്ക് കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സാർ. കഴിഞ്ഞ ഗവൺമെന്റ് 10 വർഷകാലമായിട്ട് അവർക്ക് കൊടുത്തത് 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപയാണ് സാർ. മാത്രമല്ല, ഞാൻ 2012 നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സാർ ഈ സഭയിൽ ഞാൻ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. ആ സബ്മിഷൻ എന്ന് പറയുന്നത് കർഷകരുടെ കാർഷിക വിളകൾ വന്യമൃഗങ്ങൾ നശിപ്പിച്ചാൽ അത് കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സാർ. ആ സബ്മിഷനോട് കൂടി വർദ്ധിപ്പിച്ച കോമ്പൻസേഷൻ അല്ലാതെ പിന്നെ ഒരു കോമ്പൻസേഷനും ഇവിടെ വർദ്ധിപ്പിക്കാൻ 10 വർഷമായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട മന്ത്രി അത് പരിശോധിക്കണം സാർ. മാത്രമല്ല, നമുക്ക് വിവിധ പദ്ധതികൾ അന്ന് ഞാൻ ഓർക്കുന്നു 16 കോടി രൂപയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നബാർഡിൽ നിന്നും ലോൺ എടുത്ത് ഒരു പൈലറ്റ് പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് വേണ്ടി, കൽമതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി
സുൽത്താൻ ബത്തേരിക്ക് അനുവദിച്ചത്. സാർ ഇന്ന് ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രി, ഒരു മിനിറ്റ് കൂടി സാർ, ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രി വയനാട്ടിൽ വന്ന് ആ കൽമതിലുകൾ പരിശോധിക്കപ്പെടണം. ആവർത്തന ചെലവില്ല സാർ. ഇന്ന് ഹാങ്ങിങ് ഫെൻസിംഗ് ആണെങ്കിൽ ആവർത്തന ചെലവ് വേണം സാർ. മരങ്ങൾ മുറിച്ച് നീക്കണം, കൽമതിലിന് അത് വേണ്ട സാർ. റെയിൽ ഫെൻസിംഗ് ആണ്, റെയിൽ കിട്ടാനില്ല, നമ്മൾ പരിശോധിക്കപ്പെടണം സാർ. സോളാർ ഫെൻസിംഗ് ആണെങ്കിൽ ആവർത്തന ചെലവുണ്ട്, കൽമതിലുകൾക്ക് ആവർത്തന ചെലവില്ല. കൽമതിലുകൾ കെട്ടിയ ഭാഗങ്ങളൊക്കെ വളരെ സുരക്ഷിതമാണ്. അതുകൊണ്ട് അങ്ങ് കൃത്യമായി അത്തരം കാര്യങ്ങളിൽ പരിശോധിച്ച് വളരെ കൃത്യമായുള്ള നിലപാടുകളോടുകൂടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് കേരളത്തിലെ സാധാരണക്കാരായ കർഷകരെ വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി പിന്താങ്ങിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.